ഇന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായൊരു സ്ഥാനാർത്ഥിത്വം നമ്മുടെ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖിനേതാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. TV ചർച്ചകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സജീവമാണ്. അതുപോലെ സമരരംഗത്തും വലിയ രീതിയിലുള്ള സജീവത ഉള്ള ഒരു SFI നേതാവ് കൂടിയാണ് മുഹമ്മദ് സാദിഖ്. ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് താമരശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൻ്റെ പാർട്ടിയായിട്ടുള്ള CPIM-ഉം തീരുമാനിച്ചിന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകി വരുന്ന വലിയ പരിഗണനയുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നതും സ്വീകരിക്കുന്നതും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി അനേകം വിദ്യാർത്ഥി യുവജന രംഗത്തെ നേതാക്കൾ, പ്രവർത്തകർ അതെ, കോഴിക്കോട് തന്നെ നാദാപുരം ഡിവിഷനിൽ നിന്ന് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള സഖാവ് താജുദ്ദീൻ മത്സരിക്കുന്നുണ്ട്. താമരശ്ശേരിയിൽ നിന്ന് ഞാനും മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സമപ്രായക്കാരായ ഷാരുദ്ദീൻ മത്സരിക്കുന്നുണ്ട്, ഒളവണ്ണ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. ആ നിലയിൽ അനേകം വിദ്യാർത്ഥി യുവജന രംഗത്തെ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അത് വലിയ പിന്തുണ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് പുതിയ തലമുറയിലെ പ്രവർത്തകർക്ക് നൽകുന്ന അംഗീകാരമായിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആ അംഗീകാരം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ CPM-ന്റെ മുഖമായി നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പോട് കൂടി ചാനൽ ചർച്ചകളിൽ കാണില്ല എന്നാണോ? ആശയപ്രചാരണമാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് ചാനൽ ചർച്ചയിലൂടെ നമ്മൾ നിർവഹിക്കാറുണ്ട്, പൊതുയോഗങ്ങളിലൂടെ നിർവഹിക്കാറുണ്ട്, ക്ലാസ് ക്യാമ്പയിനുകളിലൂടെ നിർവഹിക്കുന്ന ഒരു സർവകലാശാല വിദ്യാർത്ഥിയാണ് ഞാൻ. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ആഴത്തിൽ ഗ്രൗണ്ട് തലത്തിൽ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആശയപ്രചരണം നടത്താൻ പറ്റുമെന്നുള്ള ഒരു സൗകര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ട്. ആ നിലയിൽ അത് നിർവഹിക്കും. ഇനി മറ്റൊരു ചോദ്യം, ഈ പോരാട്ട രംഗത്ത് വലിയ സജീവമായി നിന്നിരുന്നൊരു നേതാവാണ് സാദിഖ്. ഈ പോരാട്ട രംഗത്ത് നിന്നും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാറുമ്പോൾ പൊതുപ്രവർത്തനം കുറേ കൂടി അഗ്രസീവ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി ആളുകളിലേക്ക് ഇടപഴകേണ്ട ഒരു രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം. അതോടൊപ്പം ജയിച്ചാലുണ്ടാകുന്ന ജനപ്രതിനിധിയുടെ ഒരു സ്വഭാവമൊക്കെ തന്നെ അതെങ്ങനെയായിരിക്കും നിറവേറ്റുക? തെരഞ്ഞെടുപ്പ് പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതും ഒരു സമരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ സമരരംഗത്ത് നിലയുറപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ വളരെ അഗ്രസീവായ ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. വളരെ ജനകീയമായി സമരങ്ങളിലും സംഘാടനത്തിലും നാട്ടിൻപുറങ്ങളിലെല്ലാം ഇടപെടുന്ന ആളുകൾ തന്നെയാണ്. SFI രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ യുവജന പ്രസ്ഥാനത്തിലും CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയിൽ നമ്മളെല്ലാം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. സമരരംഗത്ത് നമ്മൾ ആ നിലയിൽ വളരെ അഗ്രസീവായി നിലയുറപ്പിക്കുന്ന സന്ദർഭത്തിലും ജനങ്ങൾക്കൊപ്പം നിന്ന് നേടേണ്ട അവകാശ സമരങ്ങളിൽ നമ്മൾ ആ നിലയിൽ ഉൾക്കൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനകീയമായ വിഷയങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം തുടരും. ഉറച്ച വിജയ പ്രതീക്ഷയാണുള്ളത്. താമരശ്ശേരി ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. എൻ്റെ പ്രദേശം ഉൾക്കൊള്ളുന്ന ഡിവിഷനാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 പതിറ്റാണ്ട് കാലമായി ബാലസംഘം കാലം തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ്. നാട്ടിലെ ജനങ്ങളാണ്, അവരൊപ്പം നിൽക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. അത് വിജയിച്ചു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാവിധ ആശംസകളും. ഏതായാലും SFIയുടെ കരുത്തനായ ഒരു നേതാവ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുഹമ്മദ് സാദിഖ് ഉള്ളത്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.